ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ദിവസേന അതിരാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ച് ഒന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ചെടികളിട്ടൊക്കെ ഒന്ന് പോക്കാം, എല്ലാം ഒന്ന് പരിശോധിക്കും. രാത്രി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, മഴ പെയ്ത് കാറ്റടിച്ച് അങ്ങനെയൊക്കെ നശിച്ചു പോയൊക്കെ ഞാൻ നോക്കി തലോടി സംസാരിച്ചു. അതൊക്കെ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ചെടികളിട്ടേക്ക് ഞാൻ ഏതൊക്കെ ചെടികളിട്ടേക്കാണ് പോകുന്നത്. പിന്നെ പൂക്കൾ രാവിലെ തന്നെ ഡോറൊക്കെ ഇങ്ങോട്ട് തുറന്ന് കാണുമ്പോൾ തന്നെ നല്ല പൂക്കൾ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ, പലതരം കളറുള്ള ബോഗൺവില്ല, മലസ്റ്റോമ, നല്ല പൂക്കളിൽ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ എല്ലാം വൃത്തിയിൽ സെറ്റാന്ന് കണ്ടാൽ നമുക്ക് സെറ്റായി, ആ ദിവസം ഫുൾ ഹാപ്പി ആയിരിക്കും. അപ്പം ഞാൻ എവിടെയൊക്കെ പോകുന്ന എൻ്റെ ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളും കണ്ടോളൂ. എന്നാ വീട്ടിൽ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കിയത് എൻ്റെ ചെടിയിലാണ്. എന്തെങ്കിലും ജീവികൾ ആക്രമിക്കുന്നുണ്ടോ, കമ്പെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കല്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഹാപ്പിയാവും. ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ പൂവിട്ട് തുടങ്ങി, ഒരു ഭാഗം പൂവിട്ട് തുടങ്ങി, മറ്റേതങ്ങ് ഇതൊക്കെ വാടാൻ തുടങ്ങി. പൂവിട്ടിട്ട് കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് ആദ്യം പൂ നോക്കും. പിന്നെതാ എൻ്റെ ക്യാബേജ് എന്തായി, എന്തെങ്കിലും പുഴുക്കൾ തിന്നുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ എനിക്ക് പറിക്കാൻ തോന്നുകയില്ല കേട്ടോ. നട്ടുണ്ടാക്കിയാൽ പിന്നെ അതവിടെ ഇങ്ങനെ കിടക്കും. ഇതൊക്കെ പറിക്കാനായിപ്പോയി. ഇതൊക്കെ നല്ല വലിപ്പമുള്ളതാ, പക്ഷെ പറിക്കുന്നില്ല. ഇഷ്ടംപോലെ ഉണ്ട്, ഓരോന്ന് പിടിപ്പിച്ചിട്ട്. ഇതാ ഇവിടെ ഇതാ ഒന്ന്. ഇതൊക്കെ എൻ്റെ രാവിലത്തെ പരിശോധനയിൽപ്പെട്ടത്. അതൊക്കെ ഞാൻ നോക്കും. ഇതൊക്കെ ഒരു കുടുംബത്തിന് 2 or 3 പ്രാവശ്യം വെക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ വാടാൻ തുടങ്ങി, ഇതിന്റെ സമയം കഴിയാനായി. കാരണം ഇത്ര ഇത് വിരിഞ്ഞ് നിൽക്കുന്നു. ഇതാ ജറേനിയ, ഇതും ഒന്ന് നോക്കും. ഇതൊക്കെ നിറച്ചി പൂവായി. ഇതിന്റെ കളറാണ് ഭയങ്കര കളറാ, ഉദിക്കുന്ന കളറാ. എനിക്ക് എത്ര നോക്കിയാലും മതിയാവൂല കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമായി എനിക്കിത്. ഇതിന്റെ കമ്പൊക്കെ ഞാൻ നടും, ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് നട്ടിങ്ങനെ ഉണ്ടാക്കും ഞാൻ. നിറച്ച് എനിക്കിങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന ഇഷ്ടമാണ് എൻ്റെ മുറ്റത്ത്. അതുപോലെ തന്നെ പച്ചക്കറിയും. ചിലർക്ക് പച്ചക്കറിയാണ് മുറ്റത്ത് നടാൻ ഇഷ്ടം, ചിലർക്ക് പൂക്കളും. എനിക്ക് രണ്ടും പൂക്കളുണ്ട്. ഇതാ പച്ചക്കറിയല്ല എൻ്റെ ഇത് പച്ചക്കറിയാ. ഇതാ പൂക്കളും ഇതാ എൻ്റെ ഇലച്ചെടികളാണ് ഇതൊക്കെ. ഒന്നും വെക്കാൻ സ്ഥലമില്ല, എവിടൊക്കെയോ കൊണ്ടുപോയിട്ട് അങ്ങ് വെക്കും. എല്ലാം വേണമാണ്, സ്ഥലമില്ല താൻ. അങ്ങനെയപ്പം എൻ്റെ സ്ഥിതി. ഇതെല്ലാം പിടിപ്പിക്കും ഞാൻ. എവിടെ നടക്കുന്നോ അതിൻ്റെ കൂടെ പൂച്ചയും ഉണ്ടാവും. പേടിയാ, പൂച്ചനെ തട്ടിപ്പോയി വീണു എന്നുള്ള പേടിയാ. ഇതെന്താണെന്നറിയോ, ഞാൻ കമ്പോസ്റ്റ് ആണല്ലോ ഓരോ ചെടിക്കും ഇടല്. അപ്പോൾ കമ്പോസ്റ്റ് ഇടുമ്പോൾ ആ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുക്കള വേസ്റ്റും കരിയിലയും ഒക്കെ ചേർന്നാണല്ലോ. അപ്പോൾ ആ വളം ഇട്ടിട്ട് അതിൽ നിന്ന് മുളച്ചുണ്ടായതായത്. ഇതാ കാന്താരി ഒക്കെ ഞാൻ പറിച്ച് വേറെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതാ. ഇതാ കാന്താരി, തക്കാളി തൈ ഇവിടെ ഇതാ ഒന്ന്. ഒക്കെ നല്ല കരുത്തുള്ള തൈകളും കിട്ടൂട്ടോ ഈ കരിയിലെ കമ്പോസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ടേ ഇതൊക്കെ കടയിലല്ല നഴ്സറിയിൽ പോയാലേ എന്തൊരു വില കൊടുക്കണോ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ ചെടി നട്ടാൽ. ഞാൻ ചാക്ക് നട്ട കപ്പയാ. ഒക്കെ ഞാൻ വന്ന് പരിശോധിക്കും. ഞാൻ നട്ടങ്ങ് പോകൂല, ഞാനൊക്കെ വന്ന് പരിശോധിക്കും. എന്തെങ്കിലുമൊക്കെ തണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ, ജീവികളെങ്ങാനും ഉണ്ടോ, വെള്ളം കുറഞ്ഞു പോയോ, നനയ്ക്കണോ ഒക്കെ നോക്കുക. അതൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്. എല്ലാം സെറ്റാന്ന് കണ്ടാൽ ഞാൻ ഹാപ്പിയായി. ഞാൻ ഇങ്ങനെ ചാക്ക് നടാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നിലത്ത് കപ്പ നട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഒരു 5% കിട്ടുന്നുള്ളൂ, ബാക്കി ഫുള്ള് എലി പെരിച്ചായി തിന്നു പോകുക. അപ്പം ഞാൻ അതിനൊരു പരിഹാരം കണ്ടതാ. മുറ്റം ഒരു ഭംഗി കുറയുന്നല്ലേ ഉള്ളൂ, എന്നാലും നമുക്ക് കപ്പ കിട്ടുമല്ലോ. ഇതൊരു മോഡൽ കപ്പയാട്ടോ, നല്ലൊരു കൊമ്പായത്. ഇതെന്താണെന്നറിയോ, ഇതാണ് എൻ്റെ ചീരച്ചേമ്പ്.
ഈ ചീരച്ചേമ്പ് എന്തോ ഒരു ഉഷാറിലുണ്ടാവും എന്നറിയാം. നമ്മൾ നനച്ചു കൊടുത്താൽ അതൊക്കെ ചീരച്ചേമ്പാ. നമുക്ക് തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഔഷധ ഗുണമുള്ളതുമാണ്. അത് നിറയെ എങ്ങനെ ഉണ്ടാകുന്നതെന്നറിയോ? പുതിയ ചെടിതാ താഴെ കണ്ടീരെ കുഞ്ഞു തൈകൾ ഉണ്ടായിന്, അത് പിരിച്ച് കുഴിച്ചിടല. അതിന് വിത്തൊന്നുമില്ല, വേര് മുളച്ചുണ്ടാവുക. അതാ പുതിയ ചെടികൾ അവിടെയൊക്കെ നന്നാക്കണം. ഇവിടെ ഒക്കെ ഉണ്ട് ചീരച്ചേമ്പ്. ഇത് ചായ മനസ്സിലാ എല്ലാ തരവും അങ്ങ് ഉണ്ടാക്കല. ഞാൻ കറിവേപ്പില എല്ലാം വന്ന് നോക്കും, ഞാൻ പരിശോധന നടത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആക്രമികൾ. ഇതാ ഇതെൻ്റെ ചായ മനസ്സ. ഇത് ഇംഗ്ലീഷ് ചീര ഞാനെല്ലാം നടും. നമ്മളെല്ലാം അങ്ങ് നട്ടാലേ ഇഷ്ടംപോലെ പറിക്കാണ്ടാവുമല്ലോ. ഓരോന്നോരോന്ന് വിളവെടുക്കുക. അതൊക്കെ എൻ്റെ ചീരച്ചേമ്പ. ഇതൊക്കെ ഇപ്പം വിളവെടുക്കാനായി. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ പരിശോധന. ഇത് വന്ന് നോക്കും രാവിലെ. രാവിലെ തന്നെ മഞ്ഞിൽ ഈ പൂക്കൾ കാണാൻ എന്ത് രസാന്നറിയോ? കുറേ കൊഴിഞ്ഞു പോയി, രണ്ടാമതിപ്പം വളർന്നു വരുന്ന. അടിച്ചു വരുമ്പോൾ ഇതൊരു മുറം കിട്ടും, ഇതിൻ്റെ പൂക്കൾ വാടിയത്. ഇപ്പം രണ്ടാമത് വരാൻ തുടങ്ങി. ഒക്കെ എൻ്റെ പരിശോധനയിൽപ്പെട്ടതാ രാവിലത്തെ. ഓറഞ്ച് ബോഗൺവില്ലയാ. ഞാൻ നനച്ചു കൊടുക്കും. ബോഗൺവില്ലയ്ക്ക് അങ്ങനെ നനക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇത്രയും വലുതായി നിൽക്കുമ്പോൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നനച്ച് കൊടുക്കണ്ടേ? എനിക്കറിയില്ല, ഞാനെന്നും നനയ്ക്കും. ഇപ്പം കുറച്ച് കുറവാ പൂക്കൾ. ഇങ്ങനൊന്നും അല്ല, അതിങ്ങ ഇല കാണാണ്ട് പൂക്കും. പൂ വരുന്ന ടൈം ആയും ചെയ്തിട്ടുണ്ട്. ഇതാ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ വരുമ്പോൾ എന്ത് മനസ്സിനെന്തൊരു സുഖമെന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ രാവിലെ തന്നെ ഡോറങ്ങ് തുറക്കുമ്പോൾ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നു. എല്ലാവരും ബോഗൺവില്ലയൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കി. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ബോഗൺവില്ല. ഇതെൻ്റെ പൊന്നാങ്കണ്ണിയാണ്. പൊന്നാങ്കണ്ണി ഞാൻ എപ്പോൾ ഇങ്ങനെ പരിശോധിക്കും. ഇതിൽ പുല്ല് നിറഞ്ഞോ ജീവികളുണ്ടോ കാണുന്നൊക്കെ എടുത്ത് ഒക്കെ മാറ്റും. ഒക്കെ രാവിലത്തെ എൻ്റെ ഡ്യൂട്ടിയിലാണ്. ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടികൾ. എങ്ങനെയുണ്ട്, ഉണങ്ങിപ്പോയോ, അല്ലെങ്കിൽ മണ്ണിന് ഉണക്കാണോ അല്ലെങ്കിൽ നനവുണ്ടോ എന്നൊക്കെ നോക്കും. ഇത് കണ്ടോ, അത് കുപ്പിയിലാട്ടോ. ഇതൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുക. ഈ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഞാൻ ഇതാ ഒരു പോയിന്റ് ദൈമിലെടുത്ത് തൂക്കിയിട്ടില്ല, കണ്ടില്ലേ? ഇതാ ഇത്രയും ഒരു കുടുംബത്തിന് വേണ്ടതൊക്കെ കിട്ടുക. അതായതൊക്കെ ഇതൊക്കെ അങ്ങനെ തൂക്കിയിട്ടതാ കുപ്പിയിൽ. ഇതൊക്കെ പറിക്കാനായി പോയി. വേറെ കുറേ ഉള്ളത് കൊണ്ടാ ഇതവിടെ ഇതാ ഹാങ് ചെയ്ത് വെച്ചിന്. ഇവിടെ ഇതാ അതൊക്കെ പുല്ല് നിറയുന്നുണ്ട്. ഒരു ഭാഗത്ത് പുല്ല് പറിക്കൂ. ഇതന്നെ എപ്പോ പണി, നല്ല പണിയാട്ടോ. അതൊക്കെ നട്ട് വളർത്തിയാലേ നമുക്ക് റെസ്റ്റില്ല. റെസ്റ്റില്ലെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള പണിയെടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ലല്ലോ. താല്പര്യത്തോടു കൂടി എടുക്കുന്നത്. താല്പര്യമില്ലാതെ എടുക്കുമ്പോഴാണ് ഈ ഒരു മടി വരിക. ഇതെനിക്ക് അങ്ങനെ ഒന്നുമില്ല. രാവിലെ എണീറ്റാൽ ഞാൻ ഓരോന്ന് ചെയ്യും. പൈപ്പ് തുറന്നതാ വലിയൊരു ഇത് കണ്ടോ, അത്ര വലിയ പുല്ല്. ഒന്നും പറിക്കല, പുല്ല് വേഗം. ഇപ്പം സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. കുപ്പിയില്ലാത്ത വീടുണ്ടാവൂലല്ലോ. പിന്നെ ഇതാ ഇവിടെ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിന് പൊന്ന. പ്രായമാവും തോറും നമുക്ക് കാഴ്ച കുറവാണല്ലോ, കാഴ്ച ശക്തി. ഈ മൊബൈലിൽ നോക്കുന്നത് കൊണ്ട് പറയണ്ട. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കൊടുക്കും. എന്നാൽ നല്ലതാ കണ്ണിന്. ചീര നട്ടതാ. ചീരക്കൊക്കെ പുഴുക്കേട് വരിക അങ്ങനെ കുത്തി. ഇതിനൊന്നും മരുന്നടിച്ചൂടാ. ചീരക്ക് ഞാനൊന്നും ചെയ്യലില്ല കേട്ടോ, മരുന്നടിക്കലൊന്നുമില്ല. കായ് കിട്ടുന്നതിനാണ് മരുന്നടിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് ഇലല്ലേ നമ്മൾ കഴിക്കുന്നത്. പിന്നെ കൃഷി എടുക്കുന്നവർക്ക് ഇത് നിർബന്ധം കേട്ടോ. അലോവേര ഇത് നിർബന്ധം. കാരണം നമുക്ക് ചെടികൾക്ക് ഇങ്ങനെ കീടങ്ങളൊക്കെ ബാധിച്ചാൽ ഇതിൻ്റെ ജെല്ലെടുത്ത് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പുതിയ ചെടി പിടിപ്പിക്കണമെങ്കിൽ കമ്പ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ജെല്ല് തേച്ച് പിടിപ്പിച്ചിട്ട് നട്ടാൽ വേഗം വേര് വരും. അപ്പം അതിനൊക്കെ നല്ലതാണ്.
അപ്പോൾ കൃഷി എടുക്കുന്നവർ, പൂക്കളൊക്കെ പിടിപ്പിക്കുന്നവർക്ക് അലോവേര നിർബന്ധ. ഇത് പൊതീന ഞാൻ ഒരു കമ്പ് നട്ടതാ. പൊതീനക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കമ്പ് പൊട്ടിച്ച് കൊടുക്കണം. പൊട്ടിച്ച് കൊടുത്താൽ മാത്രമേ അതിങ്ങനെ പടർന്ന് ചുറ്റും ഉണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ പൊട്ടിച്ചിട്ട് കണ്ടോ അങ്ങനെ ശാഖ ഉണ്ടായി. ഒരു ചട്ടിയിൽ ഒരു കുടുംബത്തിന് വേണം, ഒരു ചട്ടിയിൽ പിടിപ്പിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പൊതീന ആവശ്യം വരുമെന്ന് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് തൽക്കാലം തക്കാളി പിടിപ്പിച്ചതാ. ഇതാ കായ്ച്ചിട്ടുണ്ട്, ഇതാ കായ്ക്കുന്നുണ്ടോ. ഞാൻ ഓരോ മരുന്നടിച്ചുകൊണ്ട് ഈ ചിത്രവണ്ടില്ലേ, ചിത്രവണ്ട് അതിങ്ങനെ വരച്ചിട്ട് ഇതിന്റെ നീര് ഊറ്റി കുടിച്ചളിയും. അപ്പൊ അതങ്ങ് ഉണങ്ങിപ്പോവും. അതിന് നമുക്ക് നല്ലതാട്ടോ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്. ഇതിന്റെ മേലെ സ്റ്റോമ ഞാൻ കമ്പ് പൊട്ടിച്ച് നട്ടതാ. ഒക്കെ ഉണ്ടായി, ഇതവിടെ ഉണ്ടായി. ഇത് ബട്ടർഫ്ലൈ ചെടി, അതിന്റെ അടുക്ക് പടുവളിച്ചുണ്ടായതാണത്. അതവിടെ നിൽക്കട്ടെ എന്ന് കരുതി ഞാൻ. ഇതൊരു തരം ചെടി. ഇതൊക്കെ രാവിലെ എൻ്റെ നോട്ടങ്ങളാ. രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇറങ്ങലാ. ഇതൊക്കെ എൻ്റെ വീക്ക്നെസ് പെട്ടതാ. ഇതെൻ്റെ കോവക്ക ഞാൻ ചാക്കിലാണ് നട്ടത്. വെയിലില്ലാത്ത സ്ഥലത്തായിരുന്നു വെച്ചത്. പിന്നെ കായ്ക്കുന്നില്ല, ഇല നിറച്ച് വരിക, കായ്ക്കുന്നില്ല, പൂവിടുന്നില്ല. അപ്പം ഞാനിത് താങ്ങി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ചാക്ക്. പിന്നെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ചെറിയ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് വെക്കുമ്പോൾ ഇതാ നിറയെ പൂക്കളും കായ്കളും വരുന്നത് കണ്ടോ. അതൊക്കെ പൂക്കളാ. ഇതിന് വെയിൽ വേണം. വെയിലില്ലാണ്ട് നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതിന് ശേഷം നിറച്ച് കായ്ച്ചിട്ടോ. അതവിടൊക്കെ കായ. ഇവിടെ കണ്ടില്ലേ, വെയിൽ നിർബന്ധമുള്ളൊരു ചെടിയായത്. അവിടൊക്കെ ഞാനിങ്ങനെ മേലോട്ട് കയറ്റി കൊടുക്കുകയും ചെയ്യും. സ്വയം പോകുന്നു ചെയ്യും. ഞാൻ തന്നെ താഴോട്ട് പോകുന്നൊക്കെ മേലെ കയറ്റി കൊടുക്കും. ഇതവിടെ ഇങ്ങനെ കയറ് കെട്ടിയതാ. കയറ് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കയറിക്കൊള്ളുന്ന മുറ്റത്ത് നല്ല വെയില. മുറ്റം പച്ചക്കറി നട്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞാൻ അതൊന്നും നോക്കിയില്ല, ഇവിടെ അങ്ങ് നട്ടതാ. കണ്ട ഒരു തക്കാളി ഉണ്ടായി. എന്തോ ഭാഗ്യത്തിന് ചിത്രവണ്ട് ഇവിടേക്കൊന്നും വന്നില്ല. ആ മരുന്ന് ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചും ചാരമൊക്കെ ഉള്ള അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിന് ബാധിച്ചില്ല. അവങ്ങളുള്ളതിനൊക്കെ ബാധിച്ച് അത് ഞാൻ അടിച്ചു കൊടുത്ത് ഒക്കെ മാറി. ഇതിന് വന്നിട്ടില്ല ഭാഗ്യത്തിന്. ഞാൻ കപ്പ ചാക്ക് നട്ടത്. രാവിലെ എഴുന്നേറ്റ് അവക്കെ പരിശോധിക്കണം. ഇവരോട് എനിക്ക് സംസാരിക്കണം. ഇവരും ജീവനുള്ളവരാണല്ലോ. ഇവരോട് ഞാൻ സംസാരിക്കും. ഇങ്ങനെ എവിടെ എത്തി, എന്താണ്, ആരെങ്കിലും വന്നോ, നിങ്ങളെ ആക്രമിച്ചോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ തലോടും ഞാൻ. ഓരോ സ്റ്റേജ് ഞാൻ നട്ടത്. ഇതൊരു 3-4 മാസം മുമ്പ്, അത് ഇപ്പം അടുത്ത് നട്ടത്. കാരണം നമുക്ക് എപ്പം കപ്പ കിട്ടും. കപ്പയ്ക്ക് അങ്ങനെ പ്രത്യേക കാലൊന്നുമില്ല. എപ്പം നനക്കാൻ കഴിഞ്ഞെങ്കിൽ കുറച്ച് വലുപ്പമായി. എൻ്റെ നിത്യവഴുതന എന്താ കായ്ച്ച് പൂണ്ട്, കായുണ്ട്. ഒരു ഭാഗത്ത് ഇതാ കായുണ്ട്, പൂ കണ്ടില്ലേ. അതിങ്ങ് മലർക്കും, ഇങ്ങനെ വിരിയും. ഇതവിടെ ഒക്കെ ഉണ്ട് കായ്. ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വിത്തിന്. കുറേ പേര് വിത്ത് വെച്ചു. അങ്ങോളം നിത്യവഴുതനയാ. അതാ അങ്ങോളം ഉണ്ട്. ഇതിനും വെയിൽ വേണം. ഈ കപ്പ നടുമ്പോൾ ഞാൻ ചാക്ക് നടുമ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പൊന്നാങ്കണ്ണി അങ്ങ് നട്ടു കൊടുത്തു. ചുറ്റും ചുറ്റും ഉണ്ടായിട്ടുണ്ട്. പൊന്നാങ്കണ്ണി നിറഞ്ഞെടുക്കുന്നുണ്ടോ, പറിക്കാനായിട്ടുണ്ട്. വേറെ ചപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പറിക്കാന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നു. അതിലൊക്കെ പൊന്നാങ്കണ്ണിയാ. ഇടവേളയായിട്ട് നമുക്കത് ചെയ്യാം. എന്നാൽ ഇവരാളാകുമ്പോഴത്തേക്ക് എത്രയോ പ്രാവശ്യം നമുക്ക് ചപ്പ് കിട്ടും. ഇതവിടൊക്കെ കണ്ടില്ലേ എൻ്റെ നിത്യവഴുതന പൂവിട്ട് കായുണ്ടായിതാ. എല്ലാവരും നിത്യവഴുതനൊക്കെ പിടിപ്പിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് തോരനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് പൂവാ. ഇതവിടൊക്കെ ഞാനിങ്ങനെ നോക്കും. പൂവായോ, കായായോ, പറിക്കാനായോ, മൂത്തോ ഒക്കെ ഇങ്ങനെ നോക്കൂ. രാവിലെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ കാണുമ്പോൾ. നിങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്കില്ലേ, കൃഷിയോട് താല്പര്യം. ചിലവർക്ക് പൂക്കൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങ് പോണതാ എൻ്റെ കോവക്ക
ഇതെന്താ അറിയോ? ഇതാ മെലസ്റ്റോമ. മെലസ്റ്റോമൻ്റെ അടുത്ത് മഞ്ഞപ്പൂവ് ഇതാ. ആ പഞ്ഞി നടക്കുന്ന മഞ്ഞപ്പൂവ്. വെളിച്ചപ്പം നല്ലൊരു കളറാ. ഒക്കെ ബോഗൺവില്ല. മുമ്പിൽ നിറയെ ബോഗൺവില്ല പല കളറിൽ. അപ്പം നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു എനർജിയാ. ഇതൊക്കെ കോവൊക്കെ കാഴ്ചതാട്ടോ. ഇതൊക്കെ പറിക്കാനായി പോയി. ഞാനിങ്ങനെ വെയിലത്തേക്ക് നീക്കി കൊണ്ടുവന്നിട്ടേ. മെലസ്റ്റോമ ഒരു പ്രത്യേക തരം കളറാ. അതിന് നോക്ക പൂവ് എമാതിരി പൂവാണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നിറയെ പിടിപ്പിക്കാം. ഇതിനൊന്നും വലിയ അധ്വാനമൊന്നും ഇല്ല. തളയിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കുത്തി കൊടുത്താൽ മതി. ഞാനിത് എന്തൊരു പൈസക്കാ അത് വാങ്ങിയെന്നറിയാം. എനിക്ക് ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ നഴ്സറിയിൽ നിന്ന് ഇതിനൊക്കെ ഭയങ്കര വിലയാ. ഞാൻ വാങ്ങി ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ടായി. ഇല പോകുന്നവർക്കൊക്കെ ഞാൻ കമ്പ് കൊടുക്കും. കാരണം മേലെ ലൈനാ വെട്ടിക്കൊടുക്കണേ. ലൈന് പോടാണ്ടോ? ഇത് പൊക്കിയൂടാ. അങ്ങനെ പൊക്കാൻ പറ്റൂരത്. സാൽവിയ. ഇതിന്റെ കളറ് മൊബൈലിൽ എന്തോ ഒരു നിറച്ച കളർ പോലെ എനിക്ക് തോന്നുന്നു. ഇതിന്റെ കളർ എന്ത് നല്ല ചോപ്പാന്നറിയോ? അതിൽ കിട്ടുന്നില്ല. ശരിക്കുള്ള കളർ ഇങ്ങക്ക് കിട്ടുന്നില്ല. നോക്കി നിന്നു ഇതിന്റെ കളറ്. ഒരു പ്രത്യേക തരം ചോപ്പാ. ഇത് നിത്യ കല്യാണം. പൂക്കൾ നിത്യ കല്യാണം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്നും നോട്ടം ഒന്നും വേണ്ട. അതങ്ങ് നനച്ചു കൊടുക്കാതെ നമ്മൾ നിറയെ പൂക്കളാ. ഇതിൻ്റെ വീടിൻ്റെ പുറത്താട്ടോ, റോഡ് സൈഡിൽ ഞാൻ നട്ടതാ. നിങ്ങൾ കാണുന്നുണ്ടോ? നേരിൽ നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് വെളിച്ചമുണ്ടോ എന്നുള്ളതാ. ഇതിനൊരു മഞ്ഞ പോലൊക്കെ എനിക്ക് തോന്നുന്നു. ഒറിജിനൽ ഒരു ഓറഞ്ച് കാണുന്നില്ല തോന്നുന്നു. ഇതൊക്കെ എൻ്റെ പുറ. എന്താണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇതിനെ കമ്പ് ചോദിക്കുന്നത്. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നട്ടൽ വന്നേ ഞാൻ കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. ഇത് ഒരു തരം വേറെ നിത്യ കല്യാണം, വേറൊരു കളറ്. ഇതൊക്കെ രാവിലെ എൻ്റെ പരിശോധനകളാണ്. ഞാൻ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ടേ ഞാൻ അടുക്കളയിൽ പണിക്കിറങ്ങുള്ളൂ. മക്കളെ പോലെ പോറ്റുക ഞാനിത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്? പൊന്നാങ്കണ്ണിയെ ചെറിയൊരു പോട്ടിൽ നട്ടതാ. നല്ല ഉഷാലുണ്ടായിട്ടുണ്ട്. ഞാനിത് കരിയിലെ കമ്പോസ്റ്റ് ഇട്ടാ നട്ടത്. അതുകൊണ്ടായിരിക്കും നല്ല ഉഷാലുണ്ടായിട്ടുണ്ട്. ഒക്കെ ഇപ്പം വിളവെടുക്കാനായി, പറിക്കാനായി. ഒക്കെ രാവിലെ വന്ന് ഇങ്ങനെ നോക്കും. ഒക്കെ മൊത്തം കാണുമ്പോഴത്തേന് കുറേ സമയം എടുക്കൂ. ഇത് ബാൾസ. എന്നാലും വേണ്ടിയില്ല, ഞാൻ വന്ന് നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. രണ്ട് തരം കളറ് ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. ആ കളറ് നേരിട്ട് കാണുമ്പോഴാണ് ഭയങ്കര ഭംഗി. മൊബൈൽ അത്ര കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു മിനിച്ചർ ടൈപ്പ്. ഇത് റോഡ് വക്കാവുമ്പോഴേ പുറത്ത് ഗേറ്റിനെ പുറത്താകുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് കാണുമ്പോൾ ചോദിക്കാം. എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ ഇതാ തക്കാളി പഴുത്തെടുക്കുന്നു. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു കാബേജ് കണ്ടോ? എന്തൊരു വലിപ്പാ ഇത്. വലിയൊരു കാബേജാണ്. പറിക്കുന്നില്ല, വേറെ ഉണ്ടല്ലോ പറിക്കും, അതുകൊണ്ട് പറിക്കുന്നില്ല. ഇവിടൊക്കെ ഞാൻ നട്ടു കൊടുത്തു. നമ്മളെ പൊന്നാങ്കണ്ണി ഇവിടെ പുറത്തൊക്കെ നട്ടു കൊടുത്തു. ഇത് ചീരച്ചേമ്പ് ഞാൻ റോഡിൻ്റെ സൈഡിൽ പുറത്ത് നട്ടതാ. ഉണ്ടായിട്ടുണ്ട്, ഉഷാറുണ്ടായി. അതിൻ്റെ ഉള്ളിലൊരു കാബേജ് ഉണ്ട്. ഞാൻ ഉള്ള സ്ഥലത്തൊക്കെ നടും. കുറഞ്ഞ സ്ഥലം കണ്ടാൽ മതി. വെയിൽ തട്ടുന്ന ഭാഗമാണ് ഞാൻ പിന്നെ വീട്ടൂര. അവിടെ ഒക്കെ ഞാൻ നട്ടു പിടിപ്പിക്കും. പക്ഷെ ഞാൻ അതുപോലെ എല്ലാവർക്കും കൊടുക്കും. ഇവിടെ കണ്ടോ തക്കാളി കൊലയായിട്ട് പഴുത്ത്. ഇവിടെ ഒക്കെ പഴുത്ത് കേട്ടോ. ഞാനിപ്പോൾ അത് കാണുന്നു. ഇതൊക്കെ പച്ചച്ചീരയാണ്.
ഇതാ ഇവിടെ ഒരു പച്ചച്ചീര, ഇവിടെ ഒക്കെ പച്ചച്ചീര. ഇവിടെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വഴുതില്ല. ഇവിടെ വഴുതില വെൽവെറ്റ് പൂവ്. ഈ ഒരു ഉണ്ട പൂവുണ്ടാവും കേട്ടോ. ഒരേക്കറ സ്ഥലത്ത് നടുന്നതിൻ്റെ വിത്തുണ്ടാവും ഇതിൽ. നമ്മൾ നടയൊന്നും വേണ്ട, അതിങ്ങനെ നിറയെ അവിടെയും ഇവിടെയും കാറ്റിന് പാറിയിട്ട് വിത്ത് പാറിയിട്ട് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും തൈകൾ. അങ്ങനെ ഉണ്ടായതാ ഇത്. ആദ്യമായിട്ടാ ഉള്ളി നട്ടത്, ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോ കണ്ടോ ഉള്ളി ഉണ്ടായിട്ടുണ്ട്. ഇത് അവിടെതാ, ഇവിടെതാ ഉള്ളി, ഇവിടെതാ 3-4 ഉള്ളി ഉണ്ടായിട്ടുണ്ട്. സംഭവം സൂപ്പർ അടിപൊളിയാട്ടോ. ഇനി ഞാൻ പിടിപ്പിക്കും. ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത് പോലെ ഒക്കെ നിങ്ങളും കണ്ടില്ലേ? നിങ്ങൾ പൂക്കളൊക്കെ, എൻ്റെ പൂക്കളും ചെടികളും ഒക്കെ കണ്ടില്ലേ? ഇതാ രാവിലത്തെ എൻ്റെ പരിപാടികൾ. കുറെ നേരം പിടിക്കും, അത് കഴിഞ്ഞിട്ടാണ് നനക്കലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.